ഹായ് ഫ്രണ്ട്സ്, ഹലോ. എല്ലാവർക്കും ഒരു പുതിയ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ ചിക്കുവിന് യാത്രയപ്പ് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ചിക്കുവിനെ നിങ്ങൾ വീഡിയോയിൽ കുറേയൊക്കെ കണ്ടിട്ടുണ്ട്, കുറേ കാണാതെ ഇരുന്നിട്ടുണ്ട്. ചിക്കുവിനെ കാണിക്കുന്നില്ലെന്ന് പരാതിയൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. ചിക്കു ആയിരുന്നു പ്രധാന ക്യാമറാമാൻ, അതുകൊണ്ടാണ് ക്യാമറയുടെ മുന്നിൽ ചിലപ്പോഴൊക്കെ വരാറുള്ളൂ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ കൂടുതലും ട്രൈപ്പോഡ് നമുക്ക് അത് കൈ പിടിച്ചൊക്കെയാണ് എടുക്കുന്നത്. കാരണം അതാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. ട്രൈപ്പോഡൊക്കെ നമുക്ക് എല്ലാം ഉണ്ട്, പക്ഷെ കൈ പിടിച്ചിട്ട് ചിക്കു എടുക്കുന്ന വീഡിയോസ് ആണ് കൂടുതലും. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഇന്ന് ഇതാ ചിക്കുവിനെ ഇവിടെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. ചിക്കുവിന് നമ്മളൊരു യാത്രയപ്പ് കൊടുക്കുകയാണ്, പെറുക്കി കെട്ടുന്ന വീഡിയോ ആണ്. അതായത് എൻ്റെ ഇല ചട്ടിയും കലവും എല്ലാം ഉണ്ട്. ഞങ്ങളിവിടെ പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ എല്ലാം കൂടുതൽ നിറച്ച് സാധനങ്ങളാണ് കേട്ടോ. അപ്പൊ ചിക്കു പഠിക്കാനായിട്ട് പോവുകയാണ്. ചിക്കു പറയാം എങ്ങോട്ടാ പോകുന്നതെന്ന്. ഞാൻ ഒരാഴ്ചക്കുള്ളിൽ ജർമ്മനിയിലേക്ക് പോവുകയാണ്. ജർമ്മനിയിൽ പോയി നഴ്സിംഗ് പഠിക്കുവാണ്. 2 വർഷത്തെ കാത്തിരിപ്പാ. ഒത്തിരി നാളായിട്ടുണ്ട് നമ്മുടെ ഫാമിലിയില് ചിക്കുവിന്റെ +2 വിജയവും ഒക്കെ നമ്മൾ ആഘോഷിച്ച് കണ്ട്. ഞാനേ ഇത് ബബിൾ റാപ്പിൽ നമ്മൾ പൊതിഞ്ഞിരിക്കണത്. കുത്തിപ്പൊട്ടിയിലാണ് എന്റെ പണി. ഇത് നമ്മുടെ ഒരു ഫ്രൈങ് പാൻ ആണ് കേട്ടോ. അത് നന്നായിട്ട് ഇതുണ്ടോ ബബിൾ റാപ്പിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് നമ്മള് ഇതിന്റെ ഹാൻഡിലൊക്കെ നന്നായിട്ട് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ടപ്പോ എന്ന് പൊട്ടിക്കാൻ നല്ല രസമാണ്. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ ഈ യാത്ര ചെയ്ത് പ്ലെയിനിലൊക്കെ കയറി കഴിയുമ്പോൾ ചിലപ്പോൾ ലഗേജ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാനിന്റെ എല്ലാം പിടികളൊക്കെ പോകും. അപ്പൊ പിടികളെല്ലാം പൊതിഞ്ഞു കിട്ടുകയാണ്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കുത്തി പൊട്ടിക്കുന്നുണ്ട്. അത് ചിക്കു അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്, അവളുടെ വസ്തുവല്ലേ, അതുകൊണ്ടാണ്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പൊ നമ്മള് പാക്കിങ് തുടങ്ങിയിട്ടുണ്ട്. സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് കഥക് തുറക്കുന്നുണ്ട് കാറ്റടിച്ചിട്ട്. ഞങ്ങൾ ഈ റൂമിൽ നിറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുക. കാണിക്കാം. എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞു. പല ദിവസമായിട്ട് പർച്ചേസ് ചെയ്തിട്ട് എല്ലാം ഒരു ലിസ്റ്റ് എഴുതിയിട്ട് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞു. അപ്പം അതിനെക്കുറിച്ചൊരു വീഡിയോ, എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ ഒരു വീഡിയോ പിന്നെ ചെയ്യാം കേട്ടോ. ഇപ്പൊ കാണിക്കാം എന്തൊക്കെയാണ്. അത്യാവശ്യം നമ്മൾ പായ്ക്കുന്ന എല്ലാം ഒന്നും കാണാൻ പറ്റിയെന്ന് വരില്ല, എന്നാലും കാണിക്കാം നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒത്തിരി സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വളരെ പരിമിതമായിട്ടൊരു ലഗേജാണ്. 37 കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ. ബാക്കി നമ്മൾ പിന്നെ പാഴ്സലായിട്ട് അയച്ചു കൊടുക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഈ 37 അത്യാവശ്യ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ വലിയ ടാസ്ക് ആയിരുന്നു ഞങ്ങൾക്ക്. ഇത് കണ്ടോ, ചിക്കു പിടിച്ചിരിക്കുന്ന കണ്ടോ, അത് ബേസനാണ്, ഒരു ചെറിയ ബേസൻ. അപ്പൊ നമ്മൾ 2 വലിയ പെട്ടി ലഗേജ് ട്രോളി വാങ്ങിച്ചിട്ടുണ്ട്. ട്രോളി പെട്ടി അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ 2 പെട്ടിക്ക് അവിടെ എണ്ണം ലിമിറ്റ് ഇല്ല, അതുകൊണ്ട് 2 വലിയ പെട്ടി തന്നെ വാങ്ങിച്ചിട്ട് ഇവരുടെ ഫ്ലൈറ്റിന് ഇപ്പൊ അങ്ങനെ ഒരു ഗുണം ഉണ്ടായി. അതുകൊണ്ട് ഇതിപ്പോ ഒരു ചെറിയ ബേസിനാണ്. ഇത് തന്നെ ഒരു 300-400 ഗ്രാം ഉണ്ട്. ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് എന്തേലും ഒക്കെ അവിടെ ചെല്ലുമ്പോ നഴ്സിംഗ് പഠിക്കാനാണ് ജർമ്മനിയിലേക്ക് പോകുന്നത്. അവിടെ അവര് അറ്റാച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് താമസമൊക്കെ തരും. പക്ഷെ അവിടെയൊക്കെ സിസ്റ്റം എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് കിട്ടുന്ന അപ്പാർട്ട്മെന്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം എന്തെങ്കിലും ഒരു ബക്കറ്റിന്റെ ആവശ്യം, ഒരു വെള്ളം എടുക്കേണ്ട, ഒരു തുണി കഴുകേണ്ട ആവശ്യം വന്നപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ അവിടെ ഉണ്ടാവുന്നതാണ്. ഫർണിഷിംഗ് ആണ് മുഴുവൻ. അപ്പം എന്തെങ്കിലും ആവശ്യം വന്നാൽ എല്ലാത്തിനും കൂടെ മൾട്ടിപർപ്പസ് ആയിട്ട് ഒരു ബേസ്. ഇത് ചിക്കു അപ്പായും കൂടെ സെലക്ട് ചെയ്താട്ടോ നമ്മുടെ ലുലു മാളിൽ നിന്ന്. ആരെങ്കിലും ഉണ്ടാവുമോ നമുക്കറിയില്ല. അപ്പനും മകളും കൂടെ ലുലു മാളിൽ നിന്ന് ഏതായാലും മേടിച്ചതാ. അപ്പൊ നമ്മൾ കുറെ പർച്ചേസ് ഒക്കെ എറണാകുളത്ത് പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാഗൊക്കെ എറണാകുളത്ത് നിന്നാണ് വാങ്ങിച്ചത്, പെട്ടിയൊക്കെ വാങ്ങിച്ചത്. അപ്പം അങ്ങനെ പിന്നെ ഷൂസ് ഇതൊക്കെ എറണാകുളത്ത് പോയിട്ട് കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് അവൾക്ക് ഡ്യൂട്ടിക്ക് ഇടാനുള്ള ഷൂസ് ആണ് കേട്ടോ. ജർമ്മനിയിലെ നഴ്സിംഗ് പഠനത്തിനെ കുറിച്ച് ഒത്തിരി പേർക്ക് അറിയായിരിക്കും. ബാക്കി വീഡിയോസ് ഒക്കെ ചിക്കു ഡീറ്റെയിൽ ആയിട്ട് ഇടും കേട്ടോ. ഇനി നമ്മുടെ യൂട്യൂബ് ചാനൽ കൈകാര്യം ചെയ്യുന്ന ചിക്കു ആയിരിക്കും കൂടുതൽ. ഞാൻ ചിക്കുവിനെ വിട്ടിട്ട് വേറെ എന്തെങ്കിലും ഒക്കെ പരിപാടിയിലേക്ക് മാറാന്നുകൊണ്ടിരിക്കുന്നു. അപ്പം യൂട്യൂബ് ചാനൽ മിക്കവാറും ചിക്കു ആയിരിക്കും. ഇനി ജർമ്മനിയിലെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ ഇൻഫർമേഷൻസ് ധാരാളം. ചിക്കു B2 വരെ പഠിച്ച് പാസ്സായതിനെ കുറിച്ച് ഉള്ള വിവരങ്ങൾ, ഇതെല്ലാം വീഡിയോസ് ജർമ്മനി ചെന്നേ ചിടാമെന്നാണ് ചിക്കു പറഞ്ഞിരിക്കുന്നത്. ഉള്ളത് പറഞ്ഞാൽ ഈ B2 വരെ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞപ്പോ എടി പൂച്ചക്കുട്ടി ഇറങ്ങി വാ. ഉള്ളത് പറഞ്ഞാല് ഈ B2 വരെ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ് കുട്ടികൾക്ക് കേട്ടോ. ഇപ്പൊ ചിക്കു 2 വർഷത്തോളമായി, 1 വർഷം പഠനം, അത് കഴിഞ്ഞ് 1 വർഷത്തോളം ടെസ്റ്റ് എഴുതാനൊക്കെ ആയിട്ട് നടക്കുമ്പോൾ അവർക്ക് വളരെ ടെൻഷനുള്ള ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ ചിക്കുവിനും വീഡിയോ ഒന്നും ചെയ്യാനും ഒന്നും ഒരു ഇതില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ആക്റ്റീവ് അല്ല. പിന്നെ ഞാൻ വളരെ കുറവാ. കോഴിക്കോട്ടിലെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ വല്ലപ്പോഴും എടുത്തിടും. പിന്നെ എനിക്ക് സർജറി ആയിരുന്നു, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ നമ്മൾ ആക്റ്റീവ് അല്ല യൂട്യൂബില്. ഇപ്പം
ചിക്കു ഇനി ആക്റ്റീവ് ആക്കും, ജർമ്മനി ചെന്നിട്ട് അവിടെ എന്താണ് പ്രതീക്ഷ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊരു തെളിവായിട്ട് ഈ വീഡിയോ ഇവിടെ കിടക്കട്ടെ. ചിക്കു പറഞ്ഞിട്ടുണ്ട് ഞാൻ അമ്മായിക്ക് വേണ്ടിട്ട് വീഡിയോസ് ഒക്കെ ചെയ്തു തരാം, ഇട്ടു തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജർമ്മനിയിലെ വിശേഷങ്ങളൊക്കെ അപ്പൊ ഇനി നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇനി മുന്നോട്ട് പഠിച്ചേച്ച് പോകാനുള്ള കുട്ടികൾക്കുള്ള ഇൻഫർമേഷൻസും എല്ലാം ആയിട്ട് ചിക്കു വീഡിയോസ് ഇടും. പരീക്ഷയെ കുറിച്ചും പഠിച്ചതിനെ കുറിച്ചും ബിറ്റു പാസ്സായതിനെ കുറിച്ചൊക്കെ കേട്ടോ. അപ്പൊ ജർമ്മനിയിലെ വിശേഷങ്ങളൊക്കെ അവൾ ഇടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്ന് പാക്കിങ് തുടരാം. അപ്പൊ ഇന്നലെ ഇതെല്ലാം കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്നലെ ചെറുതായിട്ട് പാക്കിങ് തുടങ്ങി. ഇതൊരു പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതെന്താന്ന് വെച്ചാല് ഫ്ലാസ്ക് ആണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചിട്ടോ. കുറച്ച് പാത്രങ്ങളൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കപ്പൊക്കെ പിടിയൊക്കെ നന്നായിട്ട് ഇതുകൊണ്ടോ ബബിൾ റാപ്പിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ഫ്ലാസ്കിന്റെ കൂടെ 2 കപ്പും കൂടെ ഉണ്ട്, 3 കപ്പും കൂടെ ഉണ്ട്. അതിന്റെ കൂടെ ഉണ്ട് അടപ്പും അതുപോലെ തന്നെ കപ്പാണ്, പിടിയുള്ള കപ്പ്. അപ്പൊ ആ പിടിയൊക്കെ പൊളിഞ്ഞോ, സാരമില്ല. പിടിയൊക്കെ നമ്മൾ നന്നായിട്ട് റാപ്പ് ചെയ്ത് വെക്കണം, അതല്ലെങ്കിൽ ചിലപ്പോൾ പിടിയൊക്കെ അവിടെ ചെല്ലുമ്പോൾ കാണില്ല. അപ്പം കാപ്പി കുടിക്കാനുള്ള കപ്പും കൂടെ ആ കൂടെ സെറ്റാണ്. ഇത് ഫ്ലാസ്ക്, ഫ്രൈങ് പാന്, ഇത് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാമല്ലോ. ഫ്രൈങ് പാൻ ഇത്തിരി വലുതാണ്. പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് ഇതുണ്ടോ, ഇത് ഒരു കടായിയാണേ. ഇതിന് പൊതിയണം. ഞാനിത് പിടിയൊക്കെ പൊതിഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ അടി നമ്മൾ ഈ ബബിളിട്ട് പൊതിയണം. എൻ്റെ പിടിയൊക്കെ ഞാൻ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്, അടപ്പെല്ലാകത്ത് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു കടായിയാണ്. ഇത് പലതിനും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ വാങ്ങിച്ച ഒരു അധികം പാത്രമൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഈ 30+7 നമ്മൾ ഇതെല്ലാം ഉൾക്കൊള്ളണം. ഇതൊരു മൾട്ടി പർപ്പസ് ആണ്. അത് ഒരു അടിപൊളി പാത്രമാണേ. ഇത് കെറ്റിലാണ്. കെറ്റിലെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നമ്മൾ കുറച്ച് നാളായി ചിക്കു ഏതായാലും പോകും. പരീക്ഷ പാസ്സായി, ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ പതുക്കെ തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയി. ഇതുണ്ടോ, നല്ലൊരു ഇതാണ്, കെറ്റിലാണ്. ഐബലിന്റെ. എനിക്ക് ഐബലിന്റെ എല്ലാ സാധനങ്ങളും നല്ല ഇഷ്ടം. എൻ്റെ ഓവനും എല്ലാം ഐബലിന്റെ ആണ് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ അടിയിലൊരു കെറ്റിൽ വരും, ഇലക്ട്രിക്. ഇത് പോർട്ടബിൾ ആണ്. ഇവിടെ ഞാൻ അടച്ചു വെച്ചു, എന്താ അവിടെ ഞാൻ അടച്ചു വെച്ചു, അവിടെ കേട് വരാതെ. പിന്നെ ഇത് കെറ്റിലായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് എന്തേലും ചായ തിളപ്പിക്കാനോ അല്ലെങ്കിൽ കറി വെക്കാനോ ചോറ് വെക്കാനോ. ഇപ്പൊ ഇച്ചിരി റൈസൊക്കെ ഇതിനകത്ത്, ഇപ്പൊ ബിരിയാണി റൈസൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് വെക്കാൻ പറ്റും. അതിന്റെ മുകളിൽ നമുക്ക് നല്ലൊരു സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. ഇത് ആവി വെക്കാവുന്ന തട്ടാണ്. സ്റ്റീമർ ഉണ്ട്. ആ കൂടെ ഒരു മുട്ട പുഴുങ്ങുന്ന ഇതുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് സ്റ്റീമർ ഇതിനകത്തുണ്ട്. അപ്പൊ ഇതിങ്ങനെ വെച്ചാൽ മതി. അപ്പൊ അടിയിൽ നമുക്ക് ഒരേ സമയം മൾട്ടിപർപ്പസ് ആണ്. ചോറ് വെക്കാം, അതിന്റെ മുകളില് എന്തേലും ഒക്കെ ചെയ്യാം. അതുപോലെ മുട്ട പുഴുങ്ങാം. മുട്ട പുഴുങ്ങുന്നതോടെ മുകളിൽ സ്റ്റീം ചെയ്യാം. അപ്പൊ അങ്ങനെ ഇതാണ് പ്രധാനമായിട്ടും വാങ്ങിച്ചിരിക്കുന്ന ഒരു പാത്രം കേട്ടോ. ഇത് വളരെ നല്ലത്. ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്ത് വന്നതാണ്. ഓർഡർ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ അപ്പനും മകളും കൂടെ അത് അങ്ങോട്ട് അടിച്ചു മാറ്റിയെടുത്ത്. അപ്പൊ പിന്നെ ഓർത്തു ഇനിയിപ്പോൾ അവളത് കൊണ്ടോട്ടെ എന്ന്. അങ്ങനെ നല്ലതാണ് കേട്ടോ. നല്ലൊരു ക്യൂട്ട് പാത്രം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഗ്ലാസ് ലിഡ് ഉണ്ട് ഇതാ. അപ്പൊ രണ്ട് തട്ടിലും കൂടെ ഒറ്റ ലിഡാണുള്ളത് കേട്ടോ. അപ്പൊ ഇതാണ് കൊണ്ടുപോകുന്നത്. ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. ചാർജ് ചെയ്തല്ല, ഇത് കണക്ട് ചെയ്ത് പ്ലഗ് കുത്തി ഉപയോഗിക്കാം. അപ്പൊ ഇതാണ്. ഇത് നല്ല സേഫ് ആയിട്ട് പൊതിഞ്ഞോണ്ടിരിക്കുക. അതിന്റെ ഹാൻഡിലും എല്ലാം പൊതിഞ്ഞു. ഇനി മൊത്തത്തോടെ അത് വന്നതും ബബിൾ റാപ്പിലാണ്, ഈ കവറിലാണ് വന്നത്. അപ്പൊ ഇതിനകത്തിട്ടിട്ട് ഒന്നുകൂടെ പൊതിയണം. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പ്രധാന കാര്യങ്ങള്, ബബിൾ റാപ്പ്. ഇവിടെ വലിയ റോൾ ഇരിപ്പുണ്ട്. ഒത്തിരി ബബിൾ റാപ്പ്. ഇത് നിറച്ച് ബബിൾ റാപ്പ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. 10-25 മീറ്റർ ഉണ്ട് ഇത്. പിന്നെ ഷൂസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് അവിടെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇടാനുള്ള ഷൂസാണ്. ജർമ്മനിയിൽ നഴ്സിംഗിന് പോകുമ്പോഴത്തെ പ്രത്യേകത, നമ്മള് 1 മാസം ക്ലാസ്സും അടുത്ത മാസം അവർക്ക് ഡ്യൂട്ടി പ്രാക്ടീസുമാണ്. അപ്പം നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ കുട്ടികൾക്ക്. ഇവിടെ നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ട് B2 പഠിച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 2ാമത്തെ മാസം തൊട്ടേ ഇവര് നമുക്ക് സാലറി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. ഈ 2ാമത്തെ മാസം തൊട്ട് അവിടെ ചെയ്യുന്ന പ്രാക്ടിക്കൽ നമുക്കൊരു ജോലി പോലെ തന്നെയാണ്. നമുക്ക് അതിന് ശമ്പളം കിട്ടുന്നുണ്ട് സ്റ്റൈഫൻഡ് ആയിട്ട് ഇവർക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ. പിന്നെ ജോലി പ്രാക്ടിക്കൽ സമയത്ത് ചെയ്യുന്നതാണ് ഇവരുടെ ജോലി എന്ന് പറയുന്നത്. പാർട്ട് ടൈം ജോലി നമ്മൾ ചെയ്യുന്ന പോലെ. അറിയത്തില്ലാത്തവർക്ക് പറയുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഇനി ഇടുന്നു കിട്ടും കേട്ടോ. ചിക്കു ഇട്ട് പറഞ്ഞു തരും എല്ലാവർക്കും. അപ്പൊ പൊതുവെ ഞാൻ പറയുകയാണ്, ജർമ്മനിയിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒത്തിരി പേര് പറയുന്നുണ്ടോ എന്തിനാ വെറുതെ അവിടെ ചെന്നിട്ട് അവിടെ മാത്രമല്ലേ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഒത്തിരി വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ, അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ നല്ല രാജ്യങ്ങളാണ്. അവിടെയെല്ലാം നമുക്ക് ഈ ജർമ്മൻ ഭാഷ വെച്ച് ജോലി ചെയ്യാൻ പറ്റും. നഴ്സിംഗ് ജർമ്മനി പഠിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. എന്നെ സംബന്ധിച്ച് 10ലും +2ലും ഒക്കെ ഫുൾ A+ വാങ്ങിയതായിരുന്നു. പക്ഷേ ജർമ്മൻ പഠിക്കാൻ ചെന്നപ്പോൾ കുറച്ച് ടഫായിരുന്നു.
അവള് പറഞ്ഞു അതൊന്നും +2 ഒന്നും അല്ല ജർമ്മൻ. നമുക്കൊരു ലാംഗ്വേജ് പഠിക്കാൻ എത്രത്തോളം സ്കില്ലുണ്ടോ അത്ര അതനുസരിച്ചിരിക്കും. ആണ് പുതിയൊരു നമ്മൾ അക്ഷരം തൊട്ടാണ് പഠിക്കുന്നത്. അപ്പം അത് കുറച്ച് പാടാണ് എങ്കിലും നമ്മൾ എഴുതാനും വായിക്കാനും പറയാനും ആർക്ക് വേണേലും പഠിച്ചെടുക്കാം, മനസ്സിലാക്കാനും എല്ലാം പഠിക്കണം. ഇപ്പൊ നമ്മള് ഇപ്പൊ പഠിക്കാച്ച പുറകോട്ടാണ് കുട്ടികളാണെങ്കിലും നല്ല എഫേർട്ട് ഇട്ടാൽ മാത്രം മതി കേട്ടോ. നമ്മളൊരു കുട്ടിയെ LKG കൊണ്ടിരുത്തിയിട്ട് ആ കുട്ടി പഠിച്ചു പോകുന്നില്ലേ, അതുപോലെ തന്നെ നല്ലൊരു കഠിനാധ്വാനം വേണം. ഇപ്പോഴത്തെ കുട്ടികളും എഴുതാനും വായിക്കാനും ഒക്കെ നമ്മുടെ IELTS പോലെ തന്നെയാണ് ഇതിന്റെ എക്സാം. അങ്ങനെ 4 പേപ്പറും പാസ്സാകണം, അപ്പോഴാണ് B2 പാസ്സാവുന്നത്. A1 A2 B1 B2 ഇതെല്ലാം പാസ്സാണ്. അപ്പൊ B2ലാണ് മെയിൻ പരീക്ഷ കേട്ടോ. B2 പരീക്ഷയാണ് ഏറ്റവും മെയിൻ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇനി മേടിച്ച കാര്യങ്ങൾ കാണിക്കാം. ഇത് നിറച്ച് ചാർജ് ചെയ്യുന്ന ചാർജ് അല്ലേ, കണക്ഷൻ ബോർഡും അഡാപ്റ്ററും ചാർജ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് ഇത്. അപ്പൊ അതെല്ലാം നമ്മുടെ കയ്യിലുള്ള ബാഗിൽ വേണം പിടിക്കാൻ, എല്ലാം വേറെ വേറെ പാക്ക് ചെയ്യണം. പിന്നെ ഇതിനകത്ത് ഈ കൂടിനകത്ത് നിറച്ചുള്ളത് ചെറിയ ചെറിയ ടിന്നുകൾ, ഇപ്പൊ കാപ്പിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെയൊക്കെ ഇട്ട് വെക്കാൻ ചെറിയ ടിന്നുകളുണ്ട്. പിന്നെ കുറെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഉണ്ട്, ലിപ് ബാം, ഒരു കുഞ്ഞു സോപ്പ് പെട്ടി, പിന്നെ ഇതാ കപ്പും ഉണ്ട് കേട്ടോ. നമ്മൾ മലയാളികൾ എവിടെ പോയാലും നമ്മുടെ കപ്പും ബക്കറ്റും ഉപേക്ഷിക്കാൻ പറ്റില്ല, കപ്പും ബക്കറ്റും ഉപേക്ഷിക്കാൻ പറ്റിയല്ലോ. അപ്പം കപ്പും ബേസിനാകുമ്പോൾ നമുക്ക് ഈ വലിയ ഡ്രസ്സൊക്കെ ഇവരുടെ വലിയ കോട്ടുകളൊക്കെ കട്ടിയുള്ളതല്ലേ, അപ്പം കട്ടിയുള്ള കോട്ടുകളൊക്കെ ഇട്ട് കഴുകണമെങ്കിൽ ഇതാണെ കുറച്ച് വിട്ടുണ്ടല്ലോ നോർത്തിട്ടാണേ. പിന്നെ ഉണ്ടല്ലോ ഇത് മൊത്തം തുണികളാണ്. ഇത് നിലവില് ഈ പാക്കറ്റിലെ ഈ കവറിലെ കുറെ തുണികള്, ടോപ്പുകള്, ലെഗിൻസ് ഒക്കെയാണ്. ഇതെല്ലാം മാറ്റി വെച്ചതാണ്. ഇത് ഇന്നലെ ഞങ്ങള് തുണികൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു കുറെ. അപ്പൊ ഒരു 10 ടോപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം വിന്റർ അല്ല, അവിടെ ചെല്ലുമ്പോഴത്തേക്കും ചൂടൊക്കെ ആയിരിക്കും, അതുകൊണ്ട് വിന്ററിനുള്ള ഡ്രസ്സ് ഒന്നും എടുത്തിട്ടില്ല. അല്ലാതെ ഇടാനുള്ള ഒരു 10 ടോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ 2-3 ജീൻസ്, അങ്ങനെ കുറച്ച് ലെഗിൻസ്, നെയ്റ്റി ഇടുന്ന എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞപ്പോ ഇത് ഹുഡിയൊന്നും കൊണ്ടുപോയിട്ടില്ല. ഹുഡിക്കൊക്കെ 500 ഗ്രാം തൂക്കം കേട്ടോ ഒരു ഹുഡിക്ക്. അപ്പൊ നമ്മളിത് ആശിച്ച് മേടിച്ച കുറെ ഡ്രസ്സ് ഇവിടെ മാറ്റി വെക്കുകയാണ്. ഇങ്ങനെ വേറെ കുറെ സാധനങ്ങൾ മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പൊ കാലാവസ്ഥ അനുസരിച്ച് അവിടുന്ന് വാങ്ങാൻ പറ്റും. ചിക്കു ദൂരെ ഇരുന്നിട്ട് പതുക്കെ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അലച്ച് പറയുന്ന പോലെ ചിക്കു പറയത്തുമില്ല, അതാണ്. അപ്പം കുറെ ഡ്രസ്സ്, ഇത് മൊത്തം ഡ്രസ്സാണ്. ഇതെല്ലാം ഇനി ഞങ്ങൾക്ക് അയച്ചു കൊടുക്കണം പുറകെ വിന്ററൊക്കെ ആകുമ്പോഴത്തേക്കും. പിന്നെ അവിടെ ചെന്നിട്ട് കുറെ വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഷൂസൊക്കെ 2-3-4 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് എറണാകുളത്ത് പോയപ്പം. ഇതും ഒന്നും അറിയത്തില്ല. ഇത് കണ്ടോ, ഇതൊരു മെയിൻ ഫുഡാണ്, മ്യൂസ്ലി. നമ്മളിതൊന്നും കഴിക്കുന്നില്ലാത്തോണ്ടേ നമുക്ക് ഇതിന്റെ പേരൊന്നും അറിയാം. ഇതാണ്. ഇതിപ്പോ ഒരു 1.5 കിലോ ഉണ്ട് കേട്ടോ. 2 പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഒരു പാക്കറ്റിലേക്ക് ഫില്ല് ചെയ്ത് നിറച്ച് വെച്ചേക്കാം. അപ്പൊ കുറച്ച് ഫുഡായിട്ട് നമ്മൾ കൊണ്ടുപോകണം. ആദ്യത്തെ കുറച്ച് ദിവസം ഒന്ന് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് നൂഡിൽസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നേറ്റി ഇടാൻ ചപ്പല്, ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, നല്ലതാണ്. നേറ്റി ഇടാൻ ചപ്പല്. പിന്നെ ഇവർക്ക് സ്കൂളിൽ പോകുമ്പം കോയിനൊക്കെ കൊണ്ടുപോകാൻ നല്ലൊരു കൊച്ചു പൗച്ച് പേഴ്സ്, പിന്നെ നല്ല രസമുണ്ടേ. ഇതൊക്കെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ അടിച്ചു മാറ്റും. അങ്ങനെയാണ് ഇപ്പൊ എന്റെ പ്രതീക്ഷ, അതാണ്. ഇപ്പം ഇതൊന്നും കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് എടുക്കാം. പിന്നെ കുറെ സോക്സുകൾ, വിന്ററിലിടാനുള്ള കട്ടിയുള്ള സോക്സ് ഉണ്ട്. പിന്നെ സമ്മറിലിടാനുള്ള സോക്സ് ഉണ്ട്. പിന്നെ മൊത്തത്തിലൊന്ന് കാണിക്കാം കേട്ടോ എന്തൊക്കെയാ അവിടെ വാങ്ങിച്ചു വെച്ചേക്കുന്നതെന്ന്. പാക്ക് ചെയ്യാൻ പോകണ്ടേ ഞങ്ങള്. ഇത് ചെറിയ പൗച്ചാണ് കേട്ടോ, നല്ല അതൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല രസമുണ്ട് ഈ പൗച്ച്. അതുപോലെ ഇത് ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ടോയ്ലറ്റ് സാധനങ്ങൾ ഇടാൻ, സോപ്പ്, ഷാമ്പു, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാൻ ഒരെണ്ണം ഉണ്ട്. പിന്നെ എന്തെങ്കിലും ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ ഇടാം. അത് വേറെ ഉണ്ട് കേട്ടോ, കിറ്റൊക്കെ വേറെ വേറെ മേടിച്ചിട്ടുണ്ട്, പല സാധനങ്ങളുണ്ട്. കുറേ സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം കൂടി ഇടാണ്ട് നമ്മൾ ത്രാസിന്റെ മേലെ കയറ്റി വെച്ചിട്ടുണ്ട്. എത്ര വെയിറ്റ്? 640 ഉണ്ട്. അപ്പം അതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. ഈ കട്ടിലേല് കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. നമ്മൾ പാക്ക് ചെയ്തല്ല ഇതുണ്ടോ, എല്ലാം ബബിൾ റാപ്പിൽ പൊതിഞ്ഞ് വെച്ചേക്കുവാണേ. നല്ല സേഫാക്കി വെച്ചിരിക്കുകയാണ്. മുഴുത്ത 2 പെട്ടി, ഇതൊരു കത്രികയുണ്ട്. മുഴുത്ത 2 പെട്ടി നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സ്പേസ് ധാരാളം കിട്ടും. പിന്നെ ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റിയെങ്കിലേ കൊണ്ടുപോകുള്ളൂ കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചിപ്സുകളൊക്കെ ഇട്ട് വെച്ച് കഴിക്കണമെങ്കിൽ അങ്ങനത്തെ പാത്രങ്ങൾ. പിന്നെ കുറേ ഡിസ്പോസിബിൾ പാത്രം, ഇത് ഏതായാലും കൊണ്ടുപോകും കേട്ടോ. ഇത് 2 സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനൊന്നും അധികം വെയിറ്റ് ഇല്ല കേട്ടോ. ഇത് ഡിസ്പോസിബിൾ, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഫ്രീസറിൽ കറികൾ കോരി വെക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിന് വെയിറ്റ് ഇല്ല.
അത് 2 ഉണ്ട്. പിന്നെ ഇത് ചെറിയൊരു ബൗള്, ഫുഡ് കഴിക്കുകയും ചെയ്യാം, വല്ലതൊക്കെ സാധനങ്ങൾ വെജിറ്റബിൾസ് ഒക്കെ കഴുകാൻ യൂസ് ചെയ്യാം. പിന്നെ ഇത്ര സ്പൂണ്, തവിയ, പിന്നെ കപ്പ്, വെളിച്ചമില്ല കപ്പ്, 15 മുമ്പേ കാണിച്ച പാത്രം, ഇതുകൊണ്ട് കുഞ്ഞു പാത്രങ്ങൾ, അതിനകത്ത് ഓരോ ചെറിയ സ്പൂണും ഉണ്ട്, കാണിക്കാം. ഇത് കണ്ടോ, അതിനകത്തൊരു കൊച്ചു സ്പൂണ് മേടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാപ്പിപ്പൊടി, ചായപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെക്കാം. കുഞ്ഞു സ്പൂൺ ആ പാത്രത്തിലുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. അതിനങ്ങനെ 4 ഉണ്ട്. പിന്നെ പ്രധാനമായിട്ട് ഇത് നമ്മുടെ രൂപങ്ങൾ, ഒരു ചെറിയ ബൈബിള് ഇതുണ്ട്, ഈശോയുടെ കരുണയുടെ ഈശോയുണ്ട്. പിന്നെ ഇത് മിഖായേൽ മാലാഖ ഇതുണ്ട്. പിന്നെ ഇത് വചനപ്പെട്ടിയാണ് ഇതിനകത്ത് കാണുന്നത്, വചനങ്ങളുടെ പെട്ടി. പിന്നെ ബൈബിള്, ഇത് കൊന്തയുണ്ട്. അങ്ങനെ അത്യാവശ്യ സാധനങ്ങൾ. റെഡ് കളർ കാണുന്നുണ്ടോ, റെഡ് കളറുള്ള കൊന്ത ചിക്കു ഇവിടെ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു കൊന്തയാണ് കേട്ടോ. നല്ല വെയിറ്റുള്ള കല്ലുള്ള ഒരു കൊന്തയാണ്, കല്ലുമുത്ത് പോലെ. പക്ഷെ അതും അവൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കീ ചെയിനുകളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് പ്രാർത്ഥനാ സാധനങ്ങളാണ്. പിന്നെ ഇതാ 2 വുഡൻ ഉണ്ട്, തവി പോലെ. ഇത് ഈ നോൺ സ്റ്റിക്ക് പാത്രമല്ലേ അതിനകത്ത് യൂസ് ചെയ്യാൻ. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ്. പിന്നെ ഇത് നമ്മുടെ ചട്ടുകം പോലെയുള്ള വുഡൻ കൊണ്ടുള്ളതുണ്ട്. പിന്നെ ഈ സോപ്പ് ഓയിൽ ഇതുണ്ടോ, സോപ്പ് ഓയിലൊക്കെ ലിക്വിഡ് കൊണ്ടുപോകുമ്പം 100 മില്ലി കൂടുതൽ നമുക്ക് ലിക്വിഡ് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഓരോ ചെറിയ പൗച്ചായിട്ട് ഇതാ സോപ്പ് ഓയിൽ അത്യാവശ്യത്തിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് ആണെങ്കിൽ പെർഫ്യൂമാണ്, പോക്കറ്റ് പെർഫ്യൂം, യാർഡ്ലിയുടെയാണ്. ഇത് 2-3 വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെയാണ് പ്രശ്നം, 100 മില്ലി കൂടുതൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചെറുതായിട്ട്. ഇത് പിന്നെ ചെറിയ ഹാങ്ങിങ് ഇങ്ങനെ തൂക്കിയിടാനൊക്കെ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പുള്ളതുണ്ടല്ലോ, ഒട്ടിച്ച് വെക്കാൻ. അങ്ങനെ ഒരു 5-6 അത് കൂട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനടിച്ചിട്ട് ഇത് ടോർച്ച്, കുഞ്ഞ് ടോർച്ച്. ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിലേ എടുക്കുള്ളൂ കേട്ടോ. ഇതൊക്കെ ചാർജ് ചെയ്യുന്നതാണ്, നമ്മൾ കറണ്ട് ചാർജ് ചെയ്യുന്ന ഇതാണ്. അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ ഇത് കണ്ടോ, ഒരു കയറ് പോലും മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ടുപോകാൻ പറ്റുമോയെന്നും അറിയത്തില്ല. അതൊരു ചെറിയ പീസ് കയറിൻ്റെതാണ്, 25 രൂപയ്ക്ക് മറ്റേ വാങ്ങിച്ച ഇത്ര അതുണ്ട്. പിന്നെ ആണെങ്കിൽ ഇതെന്നതാ, ഇത് പേപ്പർ, സിൽവർ ഫോയിലിൻ്റെ ഈ കവറുണ്ടല്ലോ. അവന് എന്തെങ്കിലുമൊക്കെ പാത്രങ്ങൾ കുറച്ചിട്ട് കൂടുതൽ ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇതുണ്ട്, ഇതിനകത്ത് കാണാം. സിൽവർ ഫോയിലിൻ്റെ പേപ്പറാണ്. ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പാക്ക് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് കെട്ടി പാക്ക് ചെയ്ത് വെക്കാമല്ലോ. കുറച്ച് റബ്ബർ ബാൻഡ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു കൂടെ റബ്ബർ ബാൻഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ ഇത് കയ്യുറ, ചിക്കുവിന് കട്ടിംഗ് ബോർഡാണ് ഇഷ്ടം, പക്ഷെ കയ്യുറ എന്തിനാണ് വാങ്ങിച്ചതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇത് ടോയ്ലറ്റ് ടിഷ്യൂ, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വാങ്ങുന്നിടം വരെ ഉപയോഗിക്കാനൊക്കെ ഉള്ള കൂടെ ടോയ്ലറ്റ് ടിഷ്യൂ 4-5 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇപ്പം ഞാൻ എടുത്ത് കാണിച്ച സാധനങ്ങളെല്ലാം ഈ കൈ പിടിച്ചായിരുന്നു കാണിച്ചത്. പിന്നെ ഇതിനകത്ത് നമ്മൾ വെയിറ്റ് നോക്കിയിട്ട് പറ്റുന്നതെല്ലാം കൊണ്ടുപോകും കേട്ടോ. പിന്നെ ഇതിനകത്ത് നിറച്ച് നമ്മൾ പല സ്ഥലത്തുനിന്ന് വാങ്ങിച്ച മേക്കപ്പ് സാധനങ്ങളാണ്. എന്തൊക്കെയുണ്ട്, കുറച്ച് വലിയ ക്ലിപ്പ്, ചെറിയ ക്ലിപ്പ്, പിന്നെ നെയിൽ പോളിഷ്, അതൊക്കെ കുറേ വാങ്ങിച്ചു. പിന്നെ റിമൂവർ, ഇതൊക്കെ എത്ര ഇടം കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല, പറ്റുന്ന പോലെ കൊണ്ടുപോകും. ബാക്കി നമ്മൾ അയച്ചു കൊടുക്കും, ഇതല്ലെങ്കിൽ ഞാൻ എടുക്കും. പിന്നെ ഇത് ബുഷുകള്, പിന്നെ എന്താ ഉള്ളത്, പിന്നെ ലിപ്സ്റ്റിക് ഒക്കെ എന്ത് ചെയ്യും. പിന്നെ ഇത് ചെറിയ ഇതെന്നെ പറയുന്നത് ഹെയർ ബാൻഡ്, എന്തൊക്കെയോ പറയും, അതൊക്കെ ഉണ്ട്. പിന്നെ ഇത് പലതരം ഉണ്ട് കേട്ടോ ക്ലിപ്പുകൾ. കണ്ടപ്പോൾ കുറേ വാങ്ങിച്ചപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ കയറിയാണ് വാങ്ങിച്ചത്. ഇതൊക്കെ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഓഫറായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റുഡിയോയിൽ കയറിയപ്പോൾ കണ്ടതെല്ലാം നമ്മൾ വാങ്ങിച്ചു. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നിടത്തോളം കൊണ്ടുപോകും. നെയിൽ പോളിഷൊക്കെ കുറേ ഉണ്ട് കേട്ടോ, ക്രഞ്ചി ഉണ്ട് കുറേ എണ്ണം. പിന്നെ ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു, 2-3 ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ മേക്കപ്പ് സാധനങ്ങൾ കുറച്ചൊക്കെ അതിനൊന്നും ഒത്തിരി വിലയില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം ഇതങ്ങ് കളയും. ഇതിൻ്റെ എല്ലാം ഈ കാർഡ്ബോർഡ് പേപ്പർ ഉണ്ടല്ലോ, പേപ്പർ കളയും. പിന്നിട്ട് ആ സാധനം തന്നെ ഒരു കവറിലേക്ക് ഇട്ടേച്ചിട്ട് അത് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ ഓർക്കുന്നത്. അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ ഇതൊരു ട്രാവൽ ബാഗ്. ഇതാണ് ക്യാബിൻ ബാഗ് ആയിട്ട് വാങ്ങിച്ചതാണ്. ഇത് നല്ലൊരു ബാഗാണ് കേട്ടോ, അമേരിക്കൻ ടൂറിസ്റ്ററിന്റെ ആണ്. സൂപ്പർ ബാഗാണ്. കണ്ടാൽ ചെറുതാണേലും നല്ല വിരിഞ്ഞ് കിട്ടുന്ന ഒരു ബാഗാണ് കേട്ടോ. അത് ക്യാബിൻ ബാഗായിട്ട് വാങ്ങിച്ചത് ഇതാണ്. പിന്നെ ഫുഡ് ഐറ്റംസ് കുറേ ഉണ്ട് കേട്ടോ. ഫുഡ് ഐറ്റംസ് എത്രയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. അല്ലാണ്ട് ചിക്കു ഓരോന്നോരോന്ന് തൊട്ട് തരുന്നുണ്ട്. തേയിലപ്പൊടിയൊക്കെ 1/2 കിലോ ഉണ്ട്, എത്ര കൊണ്ടുപോകുമെന്ന് അറിയില്ല. തേയിലപ്പൊടി, ഇത് പിന്നെ മൂസ്ലി, അത് ഒരു 1.5 കിലോ ഉണ്ട്.
പിന്നെ ഇത് ഫുള്ള് ഫുഡ് ഐറ്റംസ് ആണ്. ഇതെന്നാന്ന് പീനട്ട് ബട്ടർ 2 പാക്കറ്റ് ഉണ്ട്. പിന്നെ ഇത് ചെറിയൊരു സോസ്, ടൊമാറ്റോ ചില്ലി ടൊമാറ്റോ ഹോട്ട് സോസ്. പിന്നെ ഇത് കഴിക്കാൻ പോയാൽ ഒത്തിരി ഉണ്ട്. ഇപ്പം അങ്ങ് കാണിക്കുക, വെറുതെ കാണിക്കുകയാണ് പാക്കിംഗ് വീഡിയോ. അപ്പം നമ്മൾ ഓരോന്ന് വെക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ കാണിക്കുകയാണേ. അത് ബ്രൂവിൻ്റെ 2 പാക്കറ്റ്, ഇത് കുറേ ഉണ്ട്, 400 ഗ്രാം ഉണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്കിതൊന്നും കിട്ടിയെന്ന് വരില്ല. അവിടെ ഇൻസ്റ്റന്റ് കോഫി ഒക്കെ കുറവാണ്. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ടേസ്റ്റ് ചിലപ്പോൾ ഒത്തൊന്നും വരില്ല. അപ്പൊ തേയിലപ്പൊടി ബ്രൂ ഒക്കെ ഏതായാലും ഇതൊക്കെ എന്ത് കൊണ്ടുപോയില്ലേലും നമ്മള് തേയിലപ്പൊടി ബ്രൂ നൂഡിൽസിന്റെ പാക്കറ്റുകൾ ഇതെല്ലാം കൊണ്ടുപോയിരിക്കും. എന്താണെന്ന് വെച്ചാൽ അത് അത്യാവശ്യമാണ്. പിന്നെ ഇതാണ് അമൂലിന്റെ ചെറിയ ഇതില്ലേ സ്കൂൾ പായ്ക്ക് ബട്ടർ, നമ്മളിവിടെ മേടിക്കുന്നതാണ് കേട്ടോ, ആവശ്യം ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് നല്ല സൗകര്യം, ഓരോ പാക്കറ്റ് എടുത്താൽ മതി. ഓയിൽ കൊണ്ടുപോകുന്നില്ല വേറെ, അതുകൊണ്ട് ഇത് 2 പാക്കറ്റ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. 20 എണ്ണം ഉണ്ട് രണ്ടിലും കൂടെ. അപ്പോൾ ഓയിൽ കൊണ്ടുപോകാൻ പറ്റില്ല, 100 മില്ലി കൂടുതലൊന്നും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലാത്തതുകൊണ്ട് ഓയിൽ കൊണ്ടുപോകുന്നില്ല. പിന്നെ ഇത് ഹോട്ട് സോസ് 2 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഗാർലിക് പേസ്റ്റ്, പിന്നെ മിൽക്ക് പൗഡർ, ഇത് 1/2 കിലോയാണേ. അത് ഇതെല്ലാം അത്യാവശ്യം എമർജൻസിയാണ്, നമ്മുടെ ഈ ബാഗിലെ എല്ലാം എമർജൻസിയാണ്. പിന്നെ ഇത് പെരി പെരി മസാല, പിന്നെ മുളക് പൊടിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് എടുത്തില്ല. ഇത് നൂഡിൽസ് 3 പാക്കറ്റ് ഉണ്ട്. പിന്നെ ബിസ്ക്കറ്റ്, ഇത് കൂട്ടി 2-3 പാക്കറ്റ് ഉണ്ട്. ഇത് ഇത് ഷുഗർ ഫ്രീ ക്രാക്കറാണേ. ഷുഗർ ഫ്രീ, ഞങ്ങൾക്ക് ഷുഗർ ഒന്നും ഇല്ല, പക്ഷെ നമ്മളെപ്പോഴും ഇവിടെ കഴിക്കുന്ന ഇത് നമുക്ക് ഒരു 2-3 എണ്ണം കഴിച്ചാൽ 2 ചപ്പാത്തി കഴിക്കുന്ന ഫീലാണിത്. അപ്പൊ ഈ കോഫിയും കുടിച്ച് 2 ബിസ്ക്കറ്റും കഴിച്ചാൽ മതി, നമ്മുടെ വയറ് 3 ബിസ്ക്കറ്റ് കഴിച്ചെന്ന് വെച്ചു. അപ്പൊ ഇതിന് കലോറിയും കുറവാണ്, നല്ല നമ്മള് ഒരു ചപ്പാത്തി കഴിച്ച ഫീലാണ്. അപ്പൊ അതുകൊണ്ട് 2-3 പാക്കറ്റ് ഉണ്ട്. അപ്പൊ പിന്നെ മുളക് പൊടി എടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല ഞാൻ നേരത്തെ ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്, നമ്മുടെ വീട്ടിലെ ഗരം മസാലയാണ്, അത് കുറെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ മഞ്ഞൾ പൊടി പൊടിച്ചു വെച്ചത് ഇരിപ്പുണ്ട്, കുരുമുളക് പൊടി പൊടിച്ചു വെച്ചതൊക്കെ ഇരിപ്പുണ്ട്. അതെല്ലാം കുറേശ്ശെ എടുത്തുകൊണ്ട് പോകണം. കുറച്ച് സാധനങ്ങൾ ഇനി എന്തൊക്കെയുണ്ട്. ഷൂസ് ഉണ്ട്, ഷൂസ് 2-3. പിന്നെ ഇതുണ്ട് ആ ബോക്സ്, ഇത് നമ്മള് ഇങ്ങനെ ഒരു ബോക്സ് വാങ്ങിച്ചു. ഇതിനകത്ത് പാത്രം കുറെ എണ്ണം ഉണ്ട്. ഇതിനകത്ത് എത്ര എണ്ണോ? 3 എണ്ണം ഉണ്ട്. ഇതെല്ലാം കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകും. അപ്പം അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് വെക്കാനൊക്കെ, കണ്ടെയ്നറിലായിട്ട് ഇട്ട് വെക്കാനൊക്കെ വല്ലതൊക്കെ അങ്ങനെ. പിന്നെ ഉള്ളത് കുറെ ഫയലുകളാണ്. ഇത് എമർജൻസിയാണ്. പേപ്പർ ഹോൾഡർ, ഇതൊരു 2 ബുക്കാണേ, നോട്ട്ബുക്ക്. പഠിക്കാൻ പോവല്ലേ, അപ്പൊ ഒരു ബുക്ക് പഠിക്കാൻ പോകുന്ന കുട്ടിക്ക് ഇത്ര ആകെ ഉള്ളത് പഠിക്കാനുള്ള വസ്തു. പിന്നെ ലാപ്ടോപ്പ് ഉണ്ട് കേട്ടോ, എല്ലാം ലാപ്ടോപ്പിലാണ്. പിന്നെ ഇത് കേട്ടോ കുറെ ഫയലുകളുണ്ട്. ഇതിനൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഫയലുകൾ ലൈറ്റ് വെയിറ്റ് ആകുമ്പോൾ പിന്നെ നമുക്ക് കുറെ എണ്ണം കൊണ്ടുപോകാമല്ലോ. നമ്മുടെ ഇവിടെ കിട്ടുന്ന പോലെ ചിലപ്പോൾ അവിടെ കിട്ടിയെന്ന് വരില്ല. അപ്പൊ പിന്നെ കുറെ ഫയലുകളുണ്ട്. പിന്നെ നമ്മൾ കുറെ ഹാങ്ങർ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ 5-6 എണ്ണം ഉണ്ട്, അതിന്റെ വെയിറ്റ് അനുസരിച്ച് കൊണ്ടുപോകും. പിന്നെ ഇത് ക്ലോത്തിന്റെ ഉള്ള ക്ലിപ്പുകള് അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു സെറ്റ് ഇതാണ്, പാത്രം ഉണ്ട്, ഒരു പ്ലേറ്റ് ഉണ്ട്, 2 ബൗള്, ഗ്ലാസ്, ഇതെല്ലാം കൂടെ പ്ലാസ്റ്റിക് സ്പൂണ്, അതിനകത്ത് സ്പൂണ് ഫോർക്കൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഒത്തിരി വെയിറ്റ് ഉള്ള പാത്രം കൊണ്ടുപോയാൽ അത്ര വെയിറ്റ് ആവുമല്ലോ. പിന്നെ അങ്ങനെ കണ്ടപ്പോ അങ്ങ് എടുത്തതാ. പിന്നെ ഇത് ഫുഡ് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചത് കേട്ടോ. ഇതാണ് അക്ഷയ പാത്രം, ചട്ടി. ഇതിനകത്ത് കഴുകാം, കഴിക്കാം, ഉണ്ടാക്കത്തില്ല. അപ്പൊ ഇത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ അരി കഴുകുവോ ഒക്കെ ചെയ്യാം. വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കഴുകാം, കഴിക്കുകയും ചെയ്യാം. അപ്പൊ ഇതാണ് ചിക്കുവിന്റെ ഭക്ഷണ പാത്രം. ഇത് കണ്ടിട്ട് ചിക്കുവിന് എന്തെങ്കിലും തോന്നുന്നുണ്ട് ഈ പാത്രം? നമ്മള് ഇച്ചിരി വലുതാ എടുത്തത്, കാരണം തീരെ ചെറുതായി നമുക്കൊന്നും കഴുകാനൊന്നും പറ്റില്ല. ഇത് ഇങ്ങനെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞു കൊടുത്തു. ഈ ഒരു പാത്രം ഉണ്ട്, അതിനകത്ത് അരി കഴുകാം, അരി വെന്ത് കഴിയുമ്പോൾ കഴിക്കാം. നമുക്ക് ഇങ്ങനെയൊക്കെ നോക്കിയാലേ പറ്റുള്ളൂ തൽക്കാലം. പിന്നെ ജോലിയൊക്കെ കുറച്ചുകൂടെ വെയിറ്റ് കൊണ്ടുപോകുന്നവർക്ക് കുഴപ്പമില്ല കേട്ടോ, പലതരം പ്ലേറ്റ് കൊണ്ടുപോകാം. നമ്മൾ അങ്ങനെ മാനേജ് ചെയ്യാൻ കുറെ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും, ഇങ്ങനെ ഒന്ന് മാനേജ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട്. പിന്നെ ഇതെല്ലാം ഇത് ക്ലോത്ത് ഓർഗനൈസർ, ഇതുണ്ടോ കുറെ ബാഗുകൾ. ഇതിനൊന്നും വെയിറ്റ് ഇല്ല കേട്ടോ, ലൈറ്റ് വെയിറ്റ്. ഇതെല്ലാം കൊണ്ടുപോകണം, കാരണം ഇതിനകത്ത് ഡ്രസ്സ് എന്നല്ല എല്ലാ സാധനങ്ങളും വെക്കാം, എന്ത് സാധനം വേണേലും. നല്ല സിബാണേ, നല്ല ഇതുണ്ടോ, വിട്ടുണ്ട്, ഇത് നല്ല വിടർന്നു വരും, ഇത്ര ഇങ്ങനെ വിടർന്നു വരും. അപ്പൊ അതുകൂട്ട് ഒരു 5-6 എണ്ണം ഉണ്ട്. അത് നമുക്ക് അവിടെ അധികം സ്പേസ് കിട്ടിയില്ലെങ്കിലും റൂമിലൊന്നും സ്പേസ് ഇല്ലെങ്കിലും ഇത് അടുക്കി വെക്കാം. റൂം ഷെയർ ആണോന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഷെയർ ആണെങ്കിൽ നമുക്ക് പാടാവും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ലോണ്ടറി ബാഗ്. ഇതും വിടർത്തി എടുത്തു കഴിയുമ്പോൾ നിറയെ ഇങ്ങനെ വലുതായിട്ട് വരും കേട്ടോ, വലിയതാണേ. പിന്നെ നമ്മുടെ പ്രധാന ഐറ്റം ഇതിപ്പോ 3-4 നമ്മൾ കവർ വാങ്ങിച്ചായിരുന്നു, 2 ഇപ്പൊ കൊണ്ടുവന്നുള്ളൂ. പിന്നെ നമുക്ക് അവിടുത്തെ ആവശ്യം അനുസരിച്ച് എടുക്കാം. പിന്നെ ഇത് ബ്രഷാണ്. പിന്നെ ഇത് നമ്മള്
തേച്ച് കുളിക്കുന്നത്. ഇത് ടിഷ്യൂ, ടോയ്ലറ്റ് ടിഷ്യൂ, ടോയ്ലറ്റ് പേപ്പർ. പിന്നെ കട്ടായിപ്പോയോ? ഇല്ല. പിന്നെ നമ്മൾ ഇതെല്ലാം നേരത്തെ കാണിച്ചത് ഒരു ചുമ്മാ ഒരു സോപ്പ് എന്തെങ്കിലും ഒന്ന് കഴുകണമെങ്കിൽ ഇതിനകത്ത് തന്നെ നൂല്, കുറേ നൂലുണ്ട് കേട്ടോ. പല കളേഴ്സ് നൂലുണ്ട്, സൂചിയുണ്ട്, അതുണ്ട്. പിന്നെ പേസ്റ്റ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ഇതിലിപ്പോ എല്ലാം നമുക്ക് ഇനി എല്ലാം വേറെ ഇതെന്താ ഇത് ക്ലിപ്പ് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഈ സാധനങ്ങളൊക്കെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പിടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അഥവാ ഇനി ഇതും പിടിപ്പിക്കാൻ പറ്റുമെങ്കിൽ എവിടെയെങ്കിലും കയറ് കെട്ടേണ്ടി വന്നെങ്കിൽ ഇത് അല്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു കയറുമുറി വേണ്ടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഒരു കുഞ്ഞു കയറ് കഷ്ണമുണ്ട്. പിന്നെ ഇത് ഒരു ടിഫിൻ ബോക്സിന്റെ ഒരു കിറ്റാണിത് കേട്ടോ. അപ്പം ഇവർക്ക് പഠിക്കാൻ പോകുമ്പം സ്കൂളിലേക്ക് പഠിക്കാൻ നേഴ്സറി സ്കൂളിലേക്ക് പോകുമ്പോൾ ഫുഡൊക്കെ തന്നെ കൊണ്ടുപോകണം. അവിടെ ഫുഡ് ഇല്ല, നമ്മൾ ഫുഡ് കൊണ്ടുപോകണം. ഇതാന്ന് തോന്നുകയില്ല, ടിഫിൻ ബോക്സ് ആണെന്ന് തോന്നുകയില്ല. ബാഗാണ് കേട്ടോ, നല്ല സൂപ്പർ ബാഗാണിത്. ഇത് കണ്ടോ, ഇതിനകത്ത് ഒരു വാട്ടർ ബോട്ടിലുണ്ട്, സ്പൂണ്, ഫോർക്ക്, നല്ല അടിപൊളി സംഭവം കേട്ടോ. പിന്നെ ഇതൊരു ചെറിയൊരു അച്ചാറ്, ചെറിയ സാധനങ്ങൾ, സോസൊക്കെ വെക്കാവുന്ന പോലെയുള്ളത്. പിന്നെ ഇതാണ് ടിഫിൻ ബോക്സ്, 3 ബോക്സാണ് കേട്ടോ. ഇത് നല്ലതാണ്, ഇതെടുത്തൊന്നും കാണിക്കണ്ടല്ലോ. നമുക്ക് എല്ലാം റൗണ്ട് പാത്രം വലുതുണ്ട്. ഇത് കറി വെക്കുന്നതാണ് കേട്ടോ. അടിയിലൊരു വലുതുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പല ഇതിനകത്ത് വേണമെങ്കിൽ പലതരം ഫുഡ് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ നല്ലൊരു സെറ്റാണിത്. അപ്പൊ ഇത് സ്പൂണും ഫോർക്കൊക്കെ ഉണ്ട്. വേറെ നമ്മള് സ്പൂണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടി. ആദ്യം കാണിച്ചായിരുന്നോ? തവി സ്പൂണ്, ഇത് ഒരു കുഞ്ഞ് അരിപ്പയുണ്ട്, തവി സ്പൂണെല്ലാം ഇതിനകത്തുണ്ട്. കുറച്ച് ഓരോന്നേ ഉള്ളൂ കേട്ടോ. സ്പൂണൊക്കെ ആകെ രണ്ട്, ഒരു വലിയ സ്പൂൺ, ഒരു ചെറിയ സ്പൂണ്, ഒരു തവി. പിന്നെ നമ്മൾ ഈ ഇതെടുത്തിട്ടുണ്ടല്ലോ, ഈ തടി കൊണ്ടുള്ള 2 അതുകൊണ്ട് ഇത് കുക്ക് ചെയ്യാനൊക്കെ ഇത് പറ്റും. പിന്നെ കോരി എടുക്കാനൊക്കെ ആയിട്ട് ഒരു തവി. അത്രയൊക്കെയാണ് പ്രധാനമായിട്ടും. പിന്നെ ജാക്കറ്റ് ഉണ്ട് കേട്ടോ. ജാക്കറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അത് അവിടെ കണ്ട് ഇരിപ്പുണ്ട്. അത് എല്ലാവരും കൊണ്ടുപോകുന്ന ഒരു സാധനം തന്നെയാണല്ലോ ജാക്കറ്റ്. ഇത്രയൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിനകത്ത് എത്രയൊക്കെ പാക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, കുറേ നമ്മൾ പാക്ക് ചെയ്യും. പിന്നെ ഇനിയും കുറച്ച് സാധനമൊക്കെ താഴെയൊക്കെ ആയിട്ട് അതിന് അവിടെ എവിടെയൊക്കെ കുറച്ച് ഇരിപ്പുണ്ട്. പിന്നെ മാക്സിമം സാധനം ഇട്ടുകൊണ്ട് പോകുക എന്നുള്ളതാണ്. കട്ടിയുള്ള സാധനങ്ങളും മെയിൻ ആയിട്ടുള്ള ഷൂ കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോകും. വെയിറ്റ് ഉള്ളതുകൊണ്ട് വലിയ ഷൂ, ഏറ്റവും കട്ടിയുള്ള ഷൂ ഇട്ടുകൊണ്ട് പോകും. പിന്നെ ജാക്കറ്റ് ഇട്ടുകൊണ്ട് പോകും. നല്ലൊരു ഡെനിം ജാക്കറ്റ്, ഓവർകോട്ട് ഉണ്ട്, ഡെനിം ജാക്കറ്റ്, വലിയ നല്ല വെയിറ്റ് ഉള്ള ഒരെണ്ണമുണ്ട്. അത് ഡ്രസ്സിന്റെ കൂടെയൊക്കെ ഇടുന്ന നല്ലൊരു ജാക്കറ്റ്. പിന്നെ വിന്റർ ജാക്കറ്റ് നമ്മുടെ കയ്യിൽ പിടിച്ചാൽ മതി, കയ്യിൽ പിടിക്കും. ഡെനിം ജാക്കറ്റ് വലുതൊരെണ്ണമുണ്ട്, അത് ഇട്ടോണ്ട് ഞാൻ കാണിക്കാതെ. ഇതാണ് ഇത്രയും ഇട്ടോണ്ട് പോകാൻ വേണ്ടിട്ട് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഹെഡ് റെസ്റ്റ് വിമാനത്തിൽ കയറുമ്പോൾ അതുണ്ട്. പിന്നെ അത് നമുക്ക് കൈ പിടിക്കാൻ പറ്റും, ഒരു പഫ് ജാക്കറ്റ്. ഇത് നമ്മൾ കൈ പിടിക്കും. ഹെഡ് റെസ്റ്റ് അതിന് വലിയ വെയിറ്റ് ഇല്ല കേട്ടോ, ജാക്കറ്റിന് വലിയ വെയിറ്റ് ഇല്ല, ഒരു 300 ഗ്രാമേ ഉള്ളൂ. ഞാൻ നോക്കിയതാ. പിന്നെ ഇത് ഇട്ടുകൊണ്ട് പോകാനുള്ള ഏറ്റവും കട്ടിയുള്ള ഒരു ബനിയൻ. ഇതിന്റെ കൂടെ ഡെനിം ജാക്കറ്റ് നല്ല കട്ടിയുള്ള ഒരെണ്ണം കേട്ടോ. പിന്നെ ജീൻസ്, പിന്നെ ഏറ്റവും വലിയ കട്ടിയുള്ള ഷൂസ്. ഇങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകും. നമ്മള് അങ്ങനെയൊക്കെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. വെയിറ്റ് കൊണ്ടുപോകാൻ പറ്റിയ യൂട്യൂബിലൊക്കെ ചില വീഡിയോസ് കാണാം, ചിലര് 4-5 ലെയർ ഡ്രസ് ഇട്ടുകൊണ്ട് പോകുന്നത്. 4-5 ലെയർ ഒന്നും ഇടുന്നില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് കുറെ സാധനങ്ങൾ നമ്മൾ മേടിച്ചു കൂട്ടിയിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെ പറ്റുമെന്നൊന്നും അറിയാൻ പറ്റില്ല. എന്നാൽ ഏതാണ്ട് നമ്മളൊരു വെയിറ്റ് ഒക്കെ നോക്കിയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. കുറെ കാര്യങ്ങൾ മാറ്റേണ്ടി വരും. പെട്ടി അതുകൊണ്ട് വലുതായിട്ട് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ സൈസുള്ള സാധനങ്ങളൊക്കെ വാക്വം ചെയ്യാതെ തന്നെ കയറ്റാന്ന് ഓർത്തു. പിന്നെ തുണികള്, ഇത് കാണിക്കാത്ത തുണികളുണ്ട് കേട്ടോ. അതിപ്പം നമുക്ക് ആവശ്യമുള്ള കുറെ ഒരു പെട്ടിക്കകത്തോടെ തുണികൾ കുറെ ഞങ്ങൾ ഇന്നലെ തന്നെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് പുതപ്പ്, അങ്ങനത്തെ അത്യാവശ്യം ബെഡ്ഷീറ്റ്, അത്യാവശ്യം നമുക്ക് ഓരോ ജോഡിയെ എടുത്തിട്ടുള്ള ഡ്രസ്സുണ്ട്, പുതപ്പ്, ബെഡ്ഷീറ്റ് ഒക്കെ നമ്മൾ അത്യാവശ്യം ഓരോന്ന്. പിന്നെ ബാക്കി പുറകെ കൊടുക്കാമല്ലോ, എല്ലാം നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. നല്ലത് ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷെ നല്ലതാണ്. പിന്നെ ഇത്രയൊക്കെയാണ് ഇപ്പൊ വിശേഷങ്ങള്. ഇനിയിപ്പം അടുത്ത വീഡിയോ മിക്കവാറും ചിക്കുവിന്റെ വീഡിയോ ആയിരിക്കും കേട്ടോ. പോകുന്ന ദിവസം വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. നമുക്ക് ചിലപ്പോ തിരക്കായിരിക്കും, ചിലപ്പം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, എടുക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. അപ്പൊ എല്ലാരോടും ചിക്കു യാത്ര പറയാൻ പോവാണ്. യാത്ര പറയുമല്ല, അടുത്ത വീഡിയോയിൽ ജർമ്മനി വെച്ച് കാണാം. അപ്പൊ ഇവിടുന്ന് യാത്രയപ്പിന്റെ വീഡിയോ ആണിത്.
അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ ഓരോന്ന് പാക്ക് ചെയ്ത് കാണിക്കുന്നില്ല, അതുകൊണ്ട് അത്യാവശ്യം നമ്മൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ കാണിച്ച സാധനങ്ങളെല്ലാം പുറത്തേക്ക് പോകുന്ന കുട്ടികൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. ഏറ്റവും അത്യാവശ്യം ഈ ലോണ്ടറി ബാഗ് ഒക്കെ മെയിൻ ആയിട്ടും വേണ്ട സാധനങ്ങൾ. ഇതൊക്കെ ചിലപ്പോ ഇതൊക്കെ മിസ് ചെയ്യും ആൾക്കാരെ വാങ്ങിച്ചോണ്ട് പോകാന്. ഇതിപ്പം ഒരു ബാഗില് ലോണ്ടറി തുണി ഇട്ടെന്ന് വെച്ചോ, അടുത്ത ബാഗില് ഈ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന പാക്കറ്റുകൾ ഞാൻ ഐഡിയ ഒക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ലോണ്ടറി ബാഗ് ഇത് നൂർത്ത് കഴിയുമ്പോൾ നിലത്ത് ഇങ്ങനെ ഇരിക്കും കേട്ടോ, നന്നായിട്ട് നിന്നോളും. ഒരു ഇങ്ങനെ തൂക്കാൻ ഒരു പിടിയുണ്ട്. അപ്പം കടയിൽ നിന്നൊക്കെ സാധിച്ചോണ്ട് ഇപ്പൊ പാക്കറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വരുമല്ലോ, അപ്പൊ അത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണമല്ലോ. ഇവർക്ക് സ്റ്റോറേജ് ഉണ്ടോ എന്ന് അറിയത്തില്ല. അപ്പൊ ഇത് കൂട്ടൊരു ബാഗിലേക്ക് അതെല്ലാം സ്റ്റോർ ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് വെയിറ്റ് കുറച്ച് സ്റ്റോറേജ്, അത് അങ്ങനെ 2 രീതിയിൽ അത് എടുത്തേക്കുന്നു, 2 എണ്ണമേ. അങ്ങനത്തെ ഇപ്പൊ കാണിച്ച സാധനങ്ങളെല്ലാം പുറത്തേക്ക് അത്യാവശ്യ കാര്യങ്ങളാണ്. അതുപോലെ യൂണിവേഴ്സൽ അഡാപ്റ്റർ ആണ് ഏറ്റവും അത്യാവശ്യം. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അഡാപ്റ്റർ വേണം. അവിടുത്തെ പ്ലഗുകൾ നമ്മൾ ഒത്തിരി ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ഒത്തിരി പോകുന്നവർക്ക്, യാത്ര പോകുന്നവർക്കൊക്കെ അറിയാം. ഇല്ലാത്തവർക്ക് ഇപ്പൊ നമ്മളിത് പല സ്ഥലത്തുനിന്ന് ഓരോരുത്തരും പറഞ്ഞു തന്നും നമ്മള് അന്വേഷിച്ചും കണ്ടുപിടിച്ചും ഒക്കെ ഇങ്ങനെ അറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പം അതുപോലെ തന്നെ പെട്ടിയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മളിപ്പോ ഇത് കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. ചിക്കുവിന് ജർമ്മനിക്ക് ഒറ്റ ഫ്ലൈറ്റ് ഇല്ല, അബുദാബി കഴിഞ്ഞിട്ട് അബുദാബിയിൽ നിന്ന് അടുത്തതാണ് കണക്ഷൻ ഫ്ലൈറ്റ് ആകുമ്പോൾ നമ്മൾ പെട്ടി വാങ്ങുമ്പോൾ, ഞങ്ങൾ പെട്ടി വാങ്ങിച്ചപ്പോൾ ആദ്യമൊക്കെ പെട്ടി നോക്കിയപ്പോൾ നമുക്ക് ഈ ഒരു ഐഡിയ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു അറിവാണ്, അതും കൂടെ പറഞ്ഞ കൈ കൂടെ. പെട്ടി നമ്മൾ വാങ്ങുമ്പോൾ മറ്റേ ലോക്ക് സിസ്റ്റം ഉണ്ട്, അതിനകത്ത് യൂണിവേഴ്സൽ കീ ഇടാവുന്ന ലോക്കുള്ള പെട്ടി. അതായത് കണക്ഷൻ ഫ്ലൈറ്റ് ചെയ്യുമ്പോൾ കസ്റ്റംസുകാർക്കൊക്കെ എന്തെങ്കിലും സംശയം തോന്നി നമ്മുടെ ബാഗ് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മളെ വിളിക്കാതെ തന്നെ അവർക്ക് ഓപ്പൺ ചെയ്യാവുന്ന അവരുടെ ഒരു കീ ഉണ്ട്. അപ്പൊ ആ കീ ഇൻസേർട്ട് ചെയ്യാവുന്ന പെട്ടിയാണ്. കുറച്ച് വില കൂടുതലാണ് കേട്ടോ, പക്ഷെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത ലോക്കൽ പെട്ടി, സാധാരണ പെട്ടിയുടെക്കാളും നമ്മൾ ലാസ്റ്റ് പെട്ടി വാങ്ങിച്ച ദിവസമാണ് ഇങ്ങനെ ഒരു ഐഡിയയിലേക്ക് മാറി ആ പെട്ടി വാങ്ങിച്ചത്. അല്ലെങ്കിൽ നമ്മൾ ഈ പെട്ടി വാങ്ങലായിരുന്നു. വില കുറഞ്ഞൊക്കെ നല്ല സാധനം കമ്പനി അമേരിക്കൻ ടൂറിസ്റ്റിന്റെ ആണ്. അപ്പൊ കമ്പനി സാധനങ്ങൾ വില കുറഞ്ഞ് കിട്ടുമ്പോൾ നമ്മൾ എറണാകുളത്ത് പോയിട്ട് വാങ്ങിച്ചു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ പെട്ടിയിൽ അവർക്ക് ഒരു സംശയം തോന്നിയാൽ തുറന്നു നോക്കണം. നമ്മൾ വേറെ ഏതെങ്കിലും ഹോട്ടലിലൊക്കെ ആണെങ്കിൽ നമ്മളെ വിളിച്ച സമയം പോയി. ഇപ്പൊ അബുദാബി കഴിഞ്ഞ് ഇവർക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ്, കുറച്ച് മണിക്കൂറുകളുണ്ട് അവിടെ സ്റ്റേ ഉണ്ട്. അപ്പം അത് ആ സമയത്ത് അവിടുത്തെ അവരൊക്കെ എന്തെങ്കിലും ഇത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടി തട്ടി പൊട്ടിക്കും. അല്ലെങ്കിൽ പിന്നെ ഇവരെ വിളിക്കും. ഇവര് ഇത് അവിടെ ഇവിടെ ആയിരിക്കും, ഹോട്ടലിലായിരിക്കും താമസം കൊടുക്കുമല്ലോ. അപ്പൊ അവിടുന്ന് ഇവര് എത്തി, ഇവരുടെ അഡ്രസ്സ് കണ്ടുപിടിച്ച് എത്തി നമ്മൾ ആ പെട്ടി തുറന്ന് കാണിച്ച് അവരെ ബോധ്യപ്പെടുത്തി വരുമ്പോഴത്തേക്കും ഫ്ലൈറ്റ് മിസ്സാവും. അതുകൊണ്ട് ഈ പുറത്തേക്ക് പോകുന്നവര് കുറച്ച് വില വ്യത്യാസം നമുക്ക് ദുബായ് വരെ, അബുദാബി, ദുബായ്, കുവൈറ്റ് അങ്ങനെയൊക്കെ ആകുമ്പോൾ പ്രശ്നമില്ല കേട്ടോ. ഏതെങ്കിലും പെട്ടി മതി. ഇപ്പൊ ഈ കണക്ഷൻ ഫ്ലൈറ്റ് ആയിട്ട് ദൂരോട്ട് പോകേണ്ടവർക്ക് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്രയും യൂണിവേഴ്സൽ അഡാപ്റ്റർ ഉണ്ടാവണം. അത് വേണം പുറത്തോട്ട് പോകുന്നവർക്ക്. പിന്നെ പെട്ടി. പിന്നെ നമ്മൾ ലാപ്ടോപ്പ് ഒക്കെ വാങ്ങുമ്പോൾ ഏത് രാജ്യത്തും സർവീസ് കിട്ടുന്ന ലാപ്ടോപ്പ് വേണം വാങ്ങാന്. അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതൊക്കെ നമ്മൾക്ക് കിട്ടിയ അറിവ് നമ്മള് വീഡിയോയിൽ കൂടെ പറയുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മളൊരു ട്രാവലിന് വേണ്ടി സേഫ് ആയിട്ടുള്ള ലാപ്ടോപ്പ് കവറും ലാപ്ടോപ്പ് കവറും വാങ്ങിച്ചത്. നമുക്ക് ഒരു ലാപ്ടോപ്പിന്റെ നമുക്ക് ഒരു ബാഗ് തരൂല്ലോ ലാപ്ടോപ്പിന്റെ കൂടെ. അതല്ലാതെ ഇതാ നമ്മുടെ ഈ കവർ ഉണ്ടല്ലോ, ഈ ക്ലോത്തിന് വേണ്ടി നമ്മള് ഇതുപോലെ സൈസില് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടും ലാപ്ടോപ്പിന് കേട് വരാത്തൊരു കവർ. അപ്പൊ ആ കവർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ബാഗിലും, ഏത് ബാഗിൽ വേണേൽ നമുക്ക് ഈ ലാപ്ടോപ്പ് സേവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു ഈ ലാപ്ടോപ്പ് ബാഗൊക്കെ ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം അനുസരിച്ച് നമ്മുടെ ഫ്ലൈറ്റിനൊന്നും ലാപ്ടോപ്പ് ബാഗ് അല്ലാതെ നമ്മുടെ ഹാൻഡ് ബാഗ് പോലെയുള്ള ഒന്നും അലോ ചെയ്യുന്നില്ല. ക്യാബിൻ ബാഗ് മാത്രം 7 kg ഉള്ളൂ. അപ്പൊ ആ 7 kg ഇലക്ട്രോണിക്സും എല്ലാം നമ്മൾ അതിനകത്ത് തന്നെ വെക്കണം. ആ 7 kg നമ്മള് ലാപ്ടോപ്പും കൂടെ കയറ്റി വെക്കണമെങ്കിൽ ഇങ്ങനത്തെ ബാഗ് കിട്ടും. അപ്പൊ നമ്മളത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം താഴെ ഇരിപ്പുണ്ട്. അപ്പൊ അതിനകത്ത് ലാപ്ടോപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒരു സൈസ്, ഇത് കൂട്ടല്ല, ഇതുപോലെ ഒരു സൈസിൽ ചെറിയൊരു ബാഗ് ലാപ്ടോപ്പ് കയറ്റി വെക്കാം. സേഫ് ആയിട്ട് കയറി ഇരുന്നോളും. അല്ലാതെ വലിയ ബാഗിന്റെ ഒന്നും ആവശ്യമില്ല അതിന്. പിന്നെ സ്കൂൾ ബാഗ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം കേട്ടോ. സ്കൂൾ ബാഗ് ഞങ്ങൾ ഡ്രസ്സിന്റെ കൂടെ വെച്ചു ഇന്നലെ. സ്കൂൾ ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. വലിയ നല്ലപോലെ കൊണ്ടുപോകുന്ന ലാപ്ടോപ്പ് വെക്കാവുന്ന നല്ല സ്കൂൾ ബാഗ് പഠിക്കാൻ പോകുമ്പോൾ ഇടാം. അങ്ങനെ പല കാര്യങ്ങളും ഇനി ഇതിനകത്ത് കാണിക്കാത്ത പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ എല്ലാം കൂടെ ഞങ്ങൾ പാക്ക് ചെയ്തിട്ട് അപ്പം ഇനിയിപ്പം നെക്സ്റ്റ് വീഡിയോ മിക്കവാറും ജർമ്മനിയിൽ നിന്നായിരിക്കാം. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ വേറെ വീഡിയോസ് ഒക്കെ ഇടും കേട്ടോ. എനിക്ക് ആ കോഴിക്കുട്ടി എന്നുള്ള വീഡിയോ, എന്റെ കോഴിക്കുഞ്ഞുങ്ങളുടെ വീഡിയോയൊക്കെ ഞാൻ ഇട്ടെന്നിരിക്കും. എല്ലാം വന്നെന്നിരിക്കും. ഇനി അടുത്ത വീഡിയോ ചിലപ്പം കോഴിയുടെ ആയിരിക്കും, അല്ല ഇവളുടെ ജർമ്മനി എന്നുള്ളതായിരിക്കും. എന്തെങ്കിലും അങ്ങനെ ആയിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ചിക്കു ആയിരിക്കും ഇനി ജർമ്മൻ വിശേഷങ്ങളുമായിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പം എല്ലാവരും തരുന്ന എല്ലാ സപ്പോർട്ടിനും വളരെ നന്ദി. ഞങ്ങളുടെ കുടുംബത്തെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് കുറേ ആൾക്കാര്. അപ്പം നന്ദി. അപ്പ ഇല്ല കേട്ടോ, അപ്പ പുറത്തോട്ട് പോയേക്കും ഇപ്പം. അങ്ങനെ അപ്പം അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ പാക്ക് ചെയ്യാൻ ഇങ്ങോട്ട് വന്നതാണ്.
അപ്പം ആ ജോലിക്ക് പോയേക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ജർമ്മൻ വിശേഷങ്ങളുമായിട്ട്. ബൈ ബൈ. നിങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെക്കട്ടെ കേട്ടോ. പാക്ക് ചെയ്തുകൊണ്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വലിയ കൺഫ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ എന്നാ സാധനങ്ങൾ സമയം പോകും. നമുക്ക് ഇതെല്ലാം ഒന്ന് കാണിച്ച് ജസ്റ്റ് ഒന്ന് പാക്കിംഗ് വീഡിയോ കാണിച്ചിട്ട് ഞങ്ങൾ തന്നെ അങ്ങ് പാക്ക് ചെയ്യാന്ന് വെച്ച്. ഓക്കേ.